ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 30 മുതൽ 33 വരെ വായിക്കുന്നു. മത്തായി 14-ന്റെ 30 മുതൽ 33 വരെ. എന്നാൽ അവൻ കാറ്റ് കണ്ടു പേടിച്ച് മുങ്ങിത്തുടങ്ങുകയാൽ, കർത്താവെ, എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. യേശു ഉടനെ കൈ നീട്ടി അവനെ പിടിച്ചു. അല്പവിശ്വാസിയെ, നീ എന്തിന് സംശയിച്ചു എന്ന് പറഞ്ഞു. അവർ പടകിൽ കയറിയപ്പോൾ കാറ്റ് അമർന്നു. പടകിലുള്ളവർ, നീ ദൈവപുത്രൻ സത്യം എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. 5 അപ്പവും 2 മീനും ധാരാളം ആളുകൾക്ക് അവരുടെ വിശപ്പ് തീരുന്നത് വരെ നൽകി ബാക്കി എടുത്ത് അത് ഒരു സാക്ഷ്യമായി മറ്റുള്ളവരുടെ മുൻപാകെ തീർന്നു. അതിനുശേഷമാണ് കർത്താവ് തനിയെ പ്രാർത്ഥിപ്പാൻ മലയിലേക്ക് പോകുന്നത്. ആ സമയത്താണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. ശിഷ്യന്മാർ പടകിൽ യാത്ര ചെയ്യുകയും പടക് കാറ്റിനാൽ ഉലയുകയും ചെയ്തപ്പോൾ അവർ പേടിച്ചു. 26-ാം വാക്യം മുതൽ കർത്താവ് കടലിന്മേൽ നടന്നുകൊണ്ട് അവരുടെ അരികിലേക്ക് വരുന്നു. എന്നാൽ അത് കർത്താവാണ് തിരിച്ചറിയാൻ സാധിക്കാത്ത വിധം ഭൂതമെന്ന് പറഞ്ഞ് അവർ പേടിക്കുന്നു. കർത്താവിനെ തിരിച്ചറിഞ്ഞ പത്രോസിൻ്റെ പ്രതികരണം എനിക്കും അതുപോലെ കടലിൽ നടക്കണമെന്നതാണ്. ഭൂതമെന്ന് തെറ്റിദ്ധരിച്ച് അവർ ഭയപ്പെടുമ്പോൾ കർത്താവ് പറഞ്ഞു, ഞാനാകുന്നു, പേടിക്കേണ്ട. അപ്പോൾ പത്രോസ് പറയുന്നത്, നീ ആകുന്നെങ്കിൽ ഞാനും വെള്ളത്തിന്മേൽ നിന്റെ അടുക്കൽ വരേണ്ടത് കൽപ്പിക്കണം. ഇതിൽ നിന്നും അത് യേശു ആണ് എന്ന സംശയം പത്രോസിനെ പൂർണ്ണമായും മാറ്റി കിട്ടേണ്ടതിന് വേണ്ടി പറയുന്ന ഒരു പ്രതികരണമാണ്. അപ്പോൾ യേശുവിൻ്റെ വിളി അനുസരിച്ച് പത്രോസ് പടകിൽ നിന്നിറങ്ങി യേശുവിൻ്റെ അടുക്കൽ ചെല്ലാൻ വെള്ളത്തിന്മേൽ നടന്നു. യേശുവിന്മേൽ ദൃഷ്ടി വച്ചിരുന്ന സമയം വരെയും കടലിൻ്റെ മുകളിലൂടെ പത്രോസ് നടക്കുന്നു. എന്നാൽ കാറ്റും കോളും കാണുമ്പോൾ അവൻ്റെ വിശ്വാസം പതറി താണുപോകുന്ന അവസ്ഥയിലേക്ക് വരും. അപ്പോൾ ജീവിതത്തിൻ്റെ പടകിന്മേലടിക്കുന്ന പ്രതികൂല കാറ്റുകളിൽ നമ്മുടെ വിശ്വാസത്തിന് ബലം കുറഞ്ഞു പോവുകയും നമ്മൾ സംശയബാധിതരായി തീരുകയും ചെയ്യും. അങ്ങനെയാണ് മുങ്ങാൻ തുടങ്ങുന്നത്, താണുപോകുന്നു. വിശ്വാസത്തിൻ്റെ പിടിവള്ളിയിൽ നിന്ന് നമ്മൾ അകന്നു പോകുന്നു എന്നതാണ് വാസ്തവം. പത്രോസിൻ്റെ ജീവിതത്തിൽ ഏതൊരു കാര്യത്തിലും എടുത്തു ചാടി പ്രതികരിക്കുന്ന ഒരു സ്വഭാവമുണ്ടായിരുന്നു. ഇത് നമ്മുടെ വിശ്വാസ ജീവിതത്തിനോട് ചേർത്ത് നിർത്തുമ്പോൾ ഒരു നേർക്കാഴ്ചയാണ്. കർത്താവിൻ്റെ മുഖത്ത് നിന്ന് കണ്ണുകൾ എടുക്കുകയും കാറ്റിനെയും അലകളെയും കണ്ട് ഭയപ്പെടുകയും ചെയ്താൽ നമ്മൾ താണുപോകും. നമ്മുടെ നോട്ടം എപ്പോഴും കർത്താവിങ്കിലായിരിക്കണം. അങ്ങനെയെങ്കിൽ പ്രതികൂല കാറ്റുകളിലും അലകളിലും താണുപോകാതെ മുന്നേറാൻ നമുക്ക് സാധിക്കും. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ നിന്ന് നമ്മൾ ജീവിതത്തെ കാണരുത്. ജീവിതത്തിൻ്റെ മധ്യത്തിൽ നിന്ന് പ്രതിസന്ധികളെ നോക്കി കാണണം. അതിനെ മറികടക്കാനുള്ള ധൈര്യം, ഊർജം ദൈവം നമുക്ക് നൽകും. പത്രോസിനെ കൈപിടിച്ച് കർത്താവ് ഉയർത്തുന്നു. യേശു ഉടനെ കൈ നീട്ടി അവനെ പിടിച്ചു. അവൻ്റെ വിശ്വാസക്കുറവിനെ ശാസിച്ചു. കർത്താവും പടകിൽ കയറി. കാറ്റമർന്നു. മർക്കോസ് ഇത് രേഖപ്പെടുത്തുമ്പോൾ കർത്താവ് അവരോടൊപ്പം പടകിൽ യാത്ര ചെയ്തു എന്നാണ്.
അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ യാത്രകളിൽ കർത്താവ് കൂടെ ഉണ്ടെങ്കിലും കാറ്റടിക്കാൻ സാധ്യതയുണ്ട്, പടക് മുങ്ങുന്നത് പോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവാം. എന്നാൽ കർത്താവ് നമ്മളോട് കൂടെയുണ്ട് എന്ന ധൈര്യമാണ് നമുക്ക് ആവശ്യം. ഏത് പ്രതികൂലതകളിലും പ്രതിസന്ധികളിലും കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ആ ഒരു ധൈര്യമാണ് ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. നമ്മുടെ വർത്തമാനകാല ജീവിതത്തിൽ ഇങ്ങനെയുള്ള പ്രതികൂലതകളുടെ കാറ്റുകൾ അടിക്കും. അത് പല വിധത്തിലാണ്. രോഗമാകാം, കടബാധ്യതകളാകാം, മറ്റ് സാമൂഹികമായ ബുദ്ധിമുട്ടുകൾ എന്തുമായിക്കൊള്ളട്ടെ. അതിൻ്റെയൊക്കെ മധ്യത്തിൽ കർത്താവ് നമ്മോട് കൂടെയുണ്ട് എന്നുള്ള ഉറപ്പും ധൈര്യവും ജീവിതത്തിൻ്റെ പോസിറ്റീവ് എനർജിയാണ്. കർത്താവിനെ മുറുകെ പിടിക്കാം, കർത്താവിൻ്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം, മുൻപോട്ട് യാത്ര ചെയ്യാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, പുതിയ ദിവസത്തിൻ്റെ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. രാത്രിയിൽ ലഭിച്ച നിദ്രയ്ക്കായും വിശ്രമത്തിനായും സ്തോത്രം. പ്രതികൂലതകൾ നിറഞ്ഞ പകലിൻ്റെ യാത്രകളിൽ കർത്താവിൻ്റെ സാന്നിധ്യം ഞങ്ങളെ ധൈര്യപ്പെടുത്തുന്ന ഓർത്ത് സ്തുതിക്കുന്നു. മുൻപോട്ട് പോകാൻ ഞങ്ങൾക്ക് ലഭിക്കുന്ന ആത്മീക ഊർജത്തിനായി നന്ദി പറയുന്നു. ഇന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെ ഞങ്ങളുടെ ജീവിതയാത്രയിൽ, ജോലിവേലകളിൽ, ആവശ്യങ്ങളിൽ അവിടുന്ന് കൂടെ ഇരിക്കണമേ. പ്രതിസന്ധികളുടെ മുകളിൽ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി നടന്ന് വരുന്ന ദൈവമാണല്ലോ. അത് കാണാനുള്ള ഉൾക്കാഴ്ച ഞങ്ങൾക്ക് നൽകണമേ, കരം പിടിക്കണമേ. യേശു മശീഹയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. നമ്മുടെ കർത്താവ് യേശു മശീഹായുടെ സാന്നിധ്യവും കൃപയും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.